ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2-ാമത്തെ ചാപ്റ്ററാണ്. ഫെസ്റ്റീവ് ഫൺ, ഉത്സവ വിനോദം. ലുക്ക് അറ്റ് ദ പിക്ചർ. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഇറ്റ് ഈസ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതൊരു ജന്മദിന ആഘോഷമാണല്ലേ? ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലസ്ഡ്. ഈ ലോകത്തിൻ്റെ ഉത്സവത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത പേജ് നോക്കൂ. കർട്ടൈൻ റേസർ. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? കൂട്ടുകാരെ, ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലേ? ദ പിക്ചർ ഷോസ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഒരു ജന്മദിനാഘോഷമാണ് ചിത്രത്തിൽ കാണുന്നത്. വാട്ട് ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷിക്കുന്നത്? പറയൂ. ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേ. കാരണം എന്താണ്? അവർ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണല്ലേ? ലെറ്റ്സ് സിംഗ് എ സോങ്. നമുക്കൊരു ബർത്ത്ഡേ പാട്ട് പാടിയാലോ? നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിനാശംസകൾ, ജന്മദിനാശംസകൾ, ജന്മദിനാശംസകൾ പ്രിയേ, ജന്മദിനാശംസകൾ. From good friends and true friends, from old friends and new friends. നല്ല സുഹൃത്തുക്കളിൽ നിന്നും യഥാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും പഴയ സുഹൃത്തുക്കളിൽ നിന്നും പുതിയ സുഹൃത്തുക്കളിൽ നിന്നും. May good luck go with you and happiness too. ഭാഗ്യവും സന്തോഷവും നിങ്ങളോടൊപ്പം വരട്ടെ എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. കൂട്ടുകാരെ, ഇനി നമുക്ക് നല്ലൊരു കഥ പഠിച്ചാലോ? ദ സീ പാലസ്, കടൽ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. ഹീ സാ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ അവൻ എന്താണ് കണ്ടത്? തൻ്റെ കൂട്ടുകാരിൽ പലരും ഒരേ ദിശയിലേക്ക് നീന്തുന്നത് കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു നക്ഷത്ര മത്സ്യം തിരകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് നീലജലത്തിൽ തിളങ്ങി. ഡോൾഫിൻസ് വെയർ ഡാൻസിങ്. ഡോൾഫിനുകൾ എന്ത് ചെയ്യുകയായിരുന്നു? അവ നൃത്തം ചെയ്യുകയായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? ഇവരെല്ലാവരും എവിടെ പോവുകയാണ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. സ്വർണ്ണ മത്സ്യം ചിന്തിച്ചു. ഹീ ഫോളോവ്ഡ് ദം. അവൻ അവരെ പിന്തുടർന്നു. ഇൻ ദ ഡീപ് സീ ഹീ സാ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അവസാനം എന്ത് കണ്ടെത്തി? കടലിൻ്റെ ആഴത്തിൽ അവൻ ഒരു സുന്ദരമായ പളുങ്ക് കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അവ എന്തുകൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു? അവ രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. ദ ഡോർസ് ഓഫ് ദ പാലസ് വെയർ വൈഡ് ഓപ്പൺ. കൊട്ടാരത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? ഗോൾഡ് ഫിഷ്, സ്വർണ്ണ മത്സ്യം. സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. സിം, നീന്തുക. ഫ്ലോട്ട്, പൊങ്ങിക്കിടക്കുക. ഡയറക്ഷൻ, ദിശ. സ്പാർക്കിൾ, തിളങ്ങുക. തോട്ട്, ചിന്തിച്ചു. പാലസ്, കൊട്ടാരം. ഡെക്കറേറ്റ്, അലങ്കരിക്കുക. വൈഡ്, വിശാലമായ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. സ്വർണ്ണ മത്സ്യവും കൂട്ടുകാരും കൊട്ടാരത്തിലെത്തി. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്ത് സംഭവിക്കും? പറയൂ കൂട്ടുകാരെ, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു കാണും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ? ദി മെർമെയ്ഡ്, മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. സുന്ദരിയായ ഒരു മത്സ്യകന്യക വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രറ്റി ഷീ ഈസ്. എത്ര സുന്ദരിയാണവൾ. എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ്. സ്വർണ്ണ മത്സ്യം അത്ഭുതപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ആരായിരുന്നു കൂട്ടുകാരെ അത്? ജൂലിയ രാജകുമാരിയായിരുന്നു. ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി.
വി ഹാവ് ബ്രോട്ട് ടു യു സം ഗിഫ്റ്റ്സ്. ഞങ്ങൾ നിനക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൾ ഓഫ് ദം സെഡ് ടുഗദർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. അവർ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കൂ. ദ ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്താണ് കൊണ്ടുവന്നത്? തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങളോ കിലുങ്ങുന്ന വളകളുമായി വന്നു. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. നന്ദിയുണ്ട് പ്രിയ കൂട്ടുകാരെ. കമോൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. വരൂ നമുക്ക് വിരുന്നിന് പോകാം. There was a big cake on a table in the hall. വിശാലമായ മുറിയിലെ മേശയിൽ ഒരു വലിയ കേക്ക് വെച്ചിരുന്നു. The party began. വിരുന്ന് ആരംഭിച്ചു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. മെർമൈഡ് മത്സ്യകന്യക. അപ്പിയർ പ്രത്യക്ഷപ്പെടുക. പ്രറ്റി മനോഹരം. എക്സ്ക്ലൈം അത്ഭുതപ്പെടുക. പ്രിൻസസ് രാജകുമാരി. ഗ്ലിൻറ്റിംഗ് തിളങ്ങുന്ന. ജിംഗ്ലിംഗ് കിലുങ്ങുന്ന. ബാംഗിൾസ് വളകൾ. ഫ്രാഗ്രന്റ് സുഗന്ധമുള്ള. ബിഗിൻ ആരംഭിക്കുക. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? കൂട്ടുകാരെ, എങ്ങനെയായിരിക്കും അവർ വിരുന്ന് ആരംഭിക്കുന്നത്? പറയൂ. ബർത്ത്ഡേ ഫംഗ്ഷൻ ആണല്ലേ, അങ്ങനെയെങ്കിൽ കേക്ക് കട്ട് ചെയ്തായിരിക്കും അവർ പാർട്ടി ആഘോഷിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി ജന്മദിന വിരുന്ന്. പ്രിൻസസ് ജൂലിയ വെന്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. ജൂലിയ രാജകുമാരി മേശയ്ക്കരികിലേക്ക് ചെന്ന് കേക്ക് മുറിച്ചു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. സുന്ദരമായ വജ്രകിരീടമണിഞ്ഞ് അവൾ മനോഹരിയായി കാണപ്പെട്ടു. ആൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ചു പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. അവർ എന്താണ് പാടിയത്? ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി. എവരിവൺ പ്രസന്റഡ് ദെയർ ഗിഫ്റ്റ് ടു ജൂലിയ. ഓരോരുത്തരും അവരുടെ സമ്മാനങ്ങൾ ജൂലിയയ്ക്ക് നൽകി. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ആൾ. നിങ്ങളോടെല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് നൃത്തം ചെയ്ത് ആനന്ദിക്കാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. രാജകുമാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദ മ്യൂസിക് ബിഗാൻ. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. സംഗീതം ആരംഭിച്ചു. അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഡയമണ്ട് വജ്രം. ക്രൗൺ കിരീടം. ക്ലാപ്പ് കൈയടിക്കുക. പ്രസന്റഡ് സമ്മാനിച്ചു. ഗിഫ്റ്റ് സമ്മാനം. ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ള. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? കൂട്ടുകാരെ, നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. ഐ പാർട്ടിസിപ്പേറ്റ് ദ ബർത്ത്ഡേ ഫംഗ്ഷൻ ഓഫ് മൈ ലിറ്റിൽ സിസ്റ്റർ. ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തു. ഹർ നൈം ഈസ് സിയ. അവളുടെ പേര് സിയ എന്നാണ്. ഹർ ബർത്ത്ഡേ ഫാൾസ് ഓൺ മാർച്ച് 14. അവളുടെ ബർത്ത്ഡേ മാർച്ച് 14-നാണ്. ഐ ഗാവ് ഹർ ബാംഗിൾസ് ആസ് എ ഗിഫ്റ്റ്. ഞാൻ അവൾക്ക് വളകൾ സമ്മാനമായി നൽകി. ഷീ വിയർ ന്യൂ ഡ്രസ് ആൻഡ് കട്ട് ദ കേക്ക്. അവൾ പുതിയ വസ്ത്രം ധരിച്ച് കേക്ക് കട്ട് ചെയ്തു. എവരിവൺ ഗാവ് ഹർ ഗിഫ്റ്റ്സ്. എല്ലാവരും അവൾക്ക് സമ്മാനങ്ങൾ നൽകി. ഷി വാസ് വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷവതിയായി. മൈ ഗ്രാൻഡ് മാ കുക്സ് ബിരിയാണി ഓൺ ദാറ്റ് ഡേ. എൻ്റെ മുത്തശ്ശി അന്ന് ബിരിയാണി പാചകം ചെയ്തു. വി ആർ ഈറ്റിംഗ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. ഇറ്റ് ഈസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു അത്. ദ ഫീസ്റ്റ് ആഘോഷം. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. ഇനി നമുക്ക് സദ്യ കഴിക്കാം. രാജകുമാരി ക്ഷണിച്ചു. എവരിവൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. എന്താണ് പറഞ്ഞത്? എത്ര സ്വാദിഷ്ടം, എത്ര രുചികരം. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. ഒരു നക്ഷത്ര മത്സ്യം അവൻ്റെ പ്ലേറ്റ് നക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ഒരു സ്രാവ് വലിയൊരു ചോക്ലേറ്റ് കഷ്ണം വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്. ഈ ജ്യൂസ് വളരെ ഉന്മേഷം തരുന്നു. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ഒരു ജെല്ലി ഫിഷ് അവസാന തുള്ളി ജ്യൂസും കുടിച്ചുകൊണ്ട് പറഞ്ഞു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്നൊരു ഡോൾഫിൻ വിസിൽ മുഴക്കി. വാട്ട്സ് ഹാപ്പണിങ്? എന്താണ് സംഭവിക്കുന്നത്? ആസ്ക്ഡ് ദ ഷാർക്ക്. സ്രാവ് ചോദിച്ചു.
ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഫീസ്റ്റ് ആഘോഷം, സദ്യ. ഇൻവൈറ്റ് ക്ഷണിക്കുക. എൻജോയ് ആസ്വദിക്കുക. യമ്മി സ്വാദിഷ്ടമായ. ഡെലീഷ്യസ് രുചികരം. ലിക്ക് നക്കുക. ഗൾപ്പ് വിഴുങ്ങുക. റിഫ്രഷിംഗ് ഉന്മേഷം നൽകുന്നത്. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിൽ മുഴക്കിയത്? പറയൂ കൂട്ടുകാരെ, എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എ ത്രെറ്റ് ഭീഷണി. The men are coming again to dump more plastic waste in the sea, exclaimed the dolphin. ഡോൾഫിൻ പെട്ടെന്ന് വന്ന് എന്താണ് പറഞ്ഞത്? മനുഷ്യർ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നതിനായി വരുന്നുണ്ട്. ഡോൾഫിൻ ഉച്ചത്തിൽ പറഞ്ഞു. ആൾ became angry. എല്ലാവർക്കും ദേഷ്യമായി. Many of our friends died eating plastic waste. The shark ground his teeth. സ്രാവ് പല്ല് ഞെരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? നമ്മുടെ പല കൂട്ടുകാരും പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ചു മരിച്ചു. We should stop them. നമുക്കവരെ തടയണം. They said together. അവർ ഒരുമിച്ച് പറഞ്ഞു. Don't worry friends, said the blue whale. വിഷമിക്കേണ്ട കൂട്ടുകാരെ. ആരാണ് പറഞ്ഞത്? നീലത്തിമിംഗലം പറഞ്ഞു. I am the biggest animal in the world. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. I will drive them away. ഞാൻ അവരെ ദൂരെ ഓടിക്കാം. The blue whale took a swift turn and swished. നീലത്തിമിംഗലം എന്ത് ചെയ്തു? വേഗത്തിൽ തിരിഞ്ഞ് തൻ്റെ വാൽ ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു. The shark followed her. സ്രാവ് അവളെ പിന്തുടർന്നു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ത്രെറ്റ് ഭീഷണി. ഡംപ് തള്ളുക. ഷാർക്ക് സ്രാവ്. ബ്ലൂ വെയിൽ നീലത്തിമിംഗലം. ഗ്രൗണ്ട് ദ ടീത്ത് പല്ല് ഞെരിച്ചു. ടുഗദർ ഒരുമിച്ച്. ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ. ഡ്രൈവ് എവേ ദൂരെ ഓടിക്കുക. സ്വിഫ്റ്റ് വേഗത്തിൽ. ടേൺ തിരിയുക. സ്വിഷ് വാല് ചുഴറ്റുക. ഫോളോ പിന്തുടരുക. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? കൂട്ടുകാരെ, നീലത്തിമിംഗലം എന്ത് ചെയ്യും? പറയൂ. അവരെ ഓടിക്കാനാണല്ലേ പോയത്. എങ്ങനെയാണ് അവരെ ഓടിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഫർഗീവ്നെസ് മാപ്പ്. The whale and the shark went near the boat. തിമിംഗലവും സ്രാവും ബോട്ടിന്റെ അടുത്തെത്തി. The shark beat the boat with his tail. സ്രാവ് എന്ത് ചെയ്തു? വാലുകൊണ്ട് ബോട്ടിൽ അടിച്ചു. The men in the boat trembled with fear. ബോട്ടിലുള്ള മനുഷ്യർ പേടിച്ച് വിറച്ചു. They cried for help. അവർ സഹായത്തിനായി കരഞ്ഞു. By this time the princess and others reached there. ആ സമയം കൊണ്ട് രാജകുമാരിയും മറ്റുള്ളവരും അവിടെ എത്തി. I will crush them. The crab opened his claws. ഞാൻ അവരെ ഞെരിക്കും. ഞണ്ട് അവളുടെ കൂർത്ത നഖങ്ങൾ വിടർത്തി. Please don't hurt us. We won't dump waste in the sea again. The men begged. ഞങ്ങളെ ഉപദ്രവിക്കരുതേ. ഇനി ഞങ്ങൾ കടലിൽ മാലിന്യം നിക്ഷേപിക്കുകയില്ല. മനുഷ്യർ അപേക്ഷിച്ചു. You are polluting our sea. ഞങ്ങളുടെ കടലിനെ നിങ്ങൾ മലിനമാക്കുകയാണ്. You are destroying our lives. Don't repeat it. ഞങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. ജൂലിയ രാജകുമാരി അവർക്ക് താക്കീത് നൽകി അവരെ പോകാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. സൂര്യപ്രകാശത്തിൽ തിരമാലകൾ തിളങ്ങി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഫർഗീവ്നെസ് മാപ്പ്. ബീറ്റ് അടിക്കുക. ട്രംബിൾ വിറയ്ക്കുക. ഫിയർ ഭയം. റീച്ച് എത്തിച്ചേരുക. ക്രഷ് ഞെരിക്കുക. ഡം പുറന്തള്ളുക. ക്ലോ കൂർത്ത നഖം. ബെഗ് യാചിക്കുക. പൊല്യൂട്ട് മലിനമാക്കുക. ഡെസ്ട്രോയ് നശിപ്പിക്കുക. റിപ്പീറ്റ് ആവർത്തിക്കുക. എഗെയിൻ വീണ്ടും. റേസ് കിരണങ്ങൾ. ബ്രൈറ്റൻ പ്രകാശിപ്പിക്കുക. വേവ്സ് തിരമാലകൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.